ഒരു പേര് ആർക്കെങ്കിലും നിർദ്ദേശിക്കാമോ? അപ്പൊ ടിപ്പു സുൽത്താൻ ഒരു പട്ടിയുടെ പേരായിട്ട് വരുന്നതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ പോസ്റ്റിൽ ചരിത്രമുണ്ട്. ഇനി കോഴിക്കോട്ടുകാരനായ ഒരാൾ, ഒരു അഷ്റഫ്, ഇതിനോട് കമന്റ് ചെയ്തു. ആ കമന്റ് എങ്ങനെയാണ്? അത് പറയാമല്ലോ, അതായത് പുതിയ പട്ടിക്ക് ഒരു പേര് നിർദ്ദേശിക്കാമല്ലോ, അത് വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പട്ടികൾക്ക് പേരിടേണ്ടത് അവരുടെ സ്വഭാവ ഗുണം പരിഗണിച്ചാണ്. അങ്ങനെയാണെങ്കിൽ വിദേശികളെ, അപരിചിതരെ ഓടിക്കുന്ന പട്ടിക്ക് ടിപ്പു എന്ന് തന്നെയാണ് പേരിടേണ്ടത്. എന്നാൽ വിദേശികളുടെ സാമ്രാജ്യത്വത്തിന്റെ കാല് നക്കുന്ന പട്ടിക്ക് സവർക്കർ എന്നും, യജമാനെ തന്നെ കൊല്ലുന്ന പട്ടിക്ക് ഗോഡ്സെ എന്നും പേരിടാവുന്നതാണ്. ആദ്യത്തിൽ ചരിത്രമുണ്ട്, രണ്ടാമത്തേതിൽ ജ്വലിക്കുന്ന ചരിത്രബോധമുണ്ട്. ഈ ചരിത്രബോധത്തെയാണ് സാർവദേശീയ പശ്ചാത്തലത്തിൽ മാർക്സും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കോമ്രേഡ് അംബേദ്കറും ഉയർത്തിപ്പിടിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്